കണ്ണൂർ ടൗൺ സ്വദേശിയായ മുഹമ്മദ് ഖലീൽ സാഹിബിൻ്റെ മകൻ അമീൻ മുഹമ്മദ് ഖലീലും മമ്പറം സ്വദേശി റഫീഖ് ഇബ്രാഹിം സാഹിബിൻ്റെ മകൾ മറിയം റഫീഖും തമ്മിലുള്ള വിവാഹമാണ് ഒരു സ്വർണ്ണാഭരണം മഹർ നിശ്ചയിച്ചുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നടക്കുന്നത്. വിവാഹ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തി അവിടെ കൂടിയ ആളുകളെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമം അത് പാലിക്കുക എന്നത് മാത്രമാണ് അല്പസമയം സംസാരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രസംഗിക്കുന്ന ആൾ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും നിക്കാഹിന് യാതൊരു തടസ്സവും ഇല്ല. നിക്കാഹിന് ഒരു ഖതീബിൻ്റെ ആവശ്യമില്ല എന്നർത്ഥം. ഞാൻ എൻ്റെ മകളെ ഇന്ന് നിക്കാഹ് നിശ്ചയിച്ച് നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് കുട്ടിയുടെ വലിയ അല്ലെങ്കിൽ പിതാവ് പറയുകയും ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഏതാനും സാക്ഷികൾ ഉണ്ടാവുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇതാണ് വിവാഹം ഇസ്ലാമിലെ ഏറ്റവും ലളിതമായ രൂപം. വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിമഹത്തായ ഒരു ദൃഷ്ടാന്തമായി പഠിപ്പിച്ച കാര്യമാണ് മനുഷ്യരെ ഇണകളാക്കി സൃഷ്ടിച്ചു എന്നത്. ആണും പെണ്ണുമായി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതുകൊണ്ട് തന്നെ ചിന്തിക്കാൻ 10ഓളം ദൃഷ്ടാന്തങ്ങൾ എണ്ണിപ്പറഞ്ഞ അമ്മ സൂറത്തിന്റെ ആദ്യത്തിൽ മഴയോടൊപ്പം സൂര്യനോടൊപ്പം പർവ്വതങ്ങളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ് നിങ്ങളെ നാം ഇണകളാക്കി സൃഷ്ടിച്ചില്ലയോ എന്നത്. മനുഷ്യന്റെ പ്രകൃതത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുക ആർക്കാണ്? മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തന്നെ. അതുകൊണ്ട് വിവാഹം എന്നത് മതത്തിന്റെ പൂർത്തീകരണം, ദീനിന്റെ പൂർത്തീകരണമായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതം റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് തൃപ്തികരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള അനുഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെ കണ്ണുകളെ താഴ്ത്താൻ, ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാൻ, ഇതൊക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ വിവാഹം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോവുക എന്നൊരു പ്രവണത കാണാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കിടയിൽ. പെൺകുട്ടികൾക്ക് പഠിക്കാം, ജോലിക്ക് പോകാം, ആ പരിമിതികൾ ഇസ്ലാം നിശ്ചയിച്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടെല്ലാം ആവാം. പക്ഷേ അനാവശ്യമായി വിവാഹം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തൊക്കെയാണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞ ലക്ഷ്യം, അതിനെതിരിലുള്ളത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അവർ ഒഴിവാക്കി വേസ്റ്റ് കൊട്ടയിൽ ഇട്ടത് അങ്ങനെ തന്നെ എടുത്ത് കൊണ്ടുവരുന്ന ഒരു രീതി, വിവാഹം തന്നെ വേണ്ട, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടുമായി അങ്ങനെ ജീവിച്ചാൽ മതി എന്ന സംസ്കാരം വരെ വ്യാപിച്ചു വരുന്നു. ഇവിടെ വിവാഹം നീട്ടിക്കൊണ്ടുപോയാൽ എന്താണ് ദോഷം? ഒന്ന്, വ്യക്തി വിശുദ്ധിയെ അത് ബാധിക്കും. രണ്ടാമത്തെ കാര്യം, എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ ബാക്കിയാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ റസൂലുള്ളയുടെ പേര് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് അനങ്ങണം, അഥവാ റസൂലുള്ളക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാക്ക് രക്ഷയും സമാധാനവും നൽകണമേ എന്ന് റസൂലുള്ളയുടെ പേര് കേൾക്കുമ്പോൾ എന്നല്ല ഹദീസിലുള്ളത്. റസൂലുള്ളയെ കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ ഒരു ഇസ്ലാമിന്റെ ശത്രു നിങ്ങളുടെ മുഹമ്മദ് എന്ന് പറഞ്ഞ് രൂക്ഷമായി പ്രസംഗിക്കുന്നത് ബസിന്റെ സീറ്റിലിരുന്ന് കേൾക്കുമ്പോൾ ആ സീറ്റിലിരുന്ന് നമ്മൾ റസൂലുള്ളാക്ക് വേണ്ടി ദുആ ചെയ്യണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. ആ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ബാക്കിയാകുന്ന 3 കാര്യങ്ങൾ പറഞ്ഞതിൽ മൂന്നാമത്തത് വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് എന്ത് സമ്പാദിച്ചാലും ആ സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലുത് മറ്റാരും പ്രേരിപ്പിക്കാതെ ഒരു മോൾ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റോ നമസ്കാരത്തിന് ശേഷമോ മുമ്പോ എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ,
ഉമ്മാക്ക് പൊറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഒരു മോൾ നമുക്കുണ്ടെങ്കിൽ, കബറിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കബറിന്റെ അടുത്ത് വന്നും അല്ലാതെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ നമുക്കുണ്ടെങ്കിൽ, ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. കബറിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ മക്കൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ ഫലമായി ആ സന്ദർഭത്തിൽ തന്നെ ഇളവ് നൽകപ്പെടുമെന്ന് നാം പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വിവാഹം നീട്ടിക്കൊണ്ടുപോയാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം പുറത്തേക്ക് വരാൻ വൈകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയാൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിലാണ് സഹോദരി സഹോദരന്മാരെ ബറക്കത്തുള്ളത്. അതുകൊണ്ട് അത്തരം സംസ്കാരങ്ങളിൽ, നീട്ടിക്കൊണ്ടുപോകുന്ന സംസ്കാരങ്ങളിൽ ഒരിക്കലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മാത്രമല്ല, ഇന്ന് വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് അറിയാതെ പോകുന്ന കാര്യവും നമുക്ക് കാണാൻ പറ്റും. അഫയറുകളാകാം, വിവാഹം പെട്ടെന്ന് വേണ്ട എന്ന ഈ സംസ്കാരം ശരിയാണോ? വിവാഹപ്രായം എത്തിയാൽ ഇസ്ലാമിൽ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അങ്ങേയറ്റത്തെ പ്രേമം വേണം, സ്നേഹം വേണം എന്നാണ് ഇസ്ലാം പറയുന്നത്. വിവാഹത്തിന് ശേഷം, വിവാഹത്തിന് മുമ്പ് അന്യ പുരുഷന്മാരോട്, അന്യ സ്ത്രീകളോട് അത് പാടില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാം കണ്ണിന്റെ വ്യഭിചാരം, കാതിന്റെ വ്യഭിചാരം, മനസ്സിന്റെ വ്യഭിചാരം എന്നൊക്കെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് മനസ്സിൽ വരുന്ന ചീത്ത ചിന്തകൾ മനസ്സിന്റെ വ്യഭിചാരമായി മാറുമല്ലോ. അതുകൊണ്ട് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുകൊണ്ട് വിവാഹത്തിന്റെ ലക്ഷ്യം ലിതസ്കുനു ഇലൈഹ, സൂറത്തുർ റൂം വളരെ കൃത്യമായി ഇതിന്റെ 21-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ. അപ്പോൾ പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലൊക്കെ എത്തുമ്പോൾ ടെൻഷനുകളും പ്രയാസങ്ങളും സങ്കീർണതകളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ, എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഒരു ഇണ എന്നത് ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്, തേട്ടമാണ്. ആ തേട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിവാഹത്തിലൂടെ സാധിപ്പിച്ചു കൊടുത്തത്. ഇന്ന് വിവാഹിതരാകുന്ന രണ്ടുപേർ, ആ രണ്ടുപേരും ഇതിനു മുമ്പ് ഒരിക്കലും പരിചയമില്ലാത്ത അമീനും മറിയമും, ആ രണ്ടുപേർ വിവാഹത്തിലൂടെ ഒന്നാകുന്നതിലൂടെ തങ്ങളുടെ ചെറുപ്പത്തിൽ മലമൂത്ര വിസർജനം വൃത്തിയാക്കിയ മാതാവിനോട് തുറന്നു പറയാത്ത കാര്യം ഒരൊറ്റ നിക്കാഹ് എന്ന കരാറിലൂടെ പരസ്പരം തുറന്നു പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അത്വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നത് അവന്റെ, ലോകത്തിന്റെ സ്രഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന്. അതുകൊണ്ട് സമാധാനവും ശാന്തിയും സംതൃപ്തിയുമാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും കൺകുളിർമയുള്ള കാര്യം എന്തായിരുന്നു? ഒന്ന് നമസ്കാരമായിരുന്നു. അൽഹംദുലില്ലാഹ്, ളുഹർ വരാനുണ്ടല്ലോ, അസർ വരാനുണ്ടല്ലോ. എന്താ കാര്യം? റബ്ബിന്റെ മുമ്പിൽ നിന്ന് എല്ലാം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒളുവെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും അവിടുത്തെ മുഖം ചുവക്കുമായിരുന്നു. ആരുടെ മുമ്പിലാണ് നിൽക്കേണ്ടത് എന്ന് ആലോചിച്ചിട്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ആ റബ്ബിനോടുള്ള മുനാജാത്താണ് നമസ്കാരം. എല്ലാം ആ റബ്ബിനോട് സുജൂദിലടക്കം തുറന്നു പറയാൻ. എന്നാൽ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ, നമ്മുടെ തറവാടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ വിവാഹം വന്നു എന്നതിന്റെ പേരിൽ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയില്ലേ? എന്താ ളുഹർ നിസ്കരിക്കാതിരിക്കാൻ കാരണം? എന്താ അസർ നിസ്കരിക്കാതിരിക്കാൻ കാരണം? വിവാഹം വന്നു. നേരെ തിരിച്ചല്ലേ വേണ്ടത്? പടച്ചോനെ, എന്റെ മകളുടെ വിവാഹം വന്നു എന്നതിന്റെ പേരിൽ ഇവിടെയുള്ള ഒരാളും നിസ്കരിക്കാതായി പോകരുത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് സൗകര്യം കുറയുക. അപ്പോൾ വലിയൊരു ഹാളെടുത്ത്, വലിയൊരു റൂം എടുത്ത് നമസ്കാര സ്ഥലം എന്ന് പുറത്ത് എഴുതി വെച്ചേക്കുക, എല്ലാവരും വന്ന് നമസ്കരിക്കട്ടെ. ഞാൻ പറയുന്നത്, ആ വിവാഹം നടക്കുന്നത് വരെ പടച്ചോനെ എന്റെ മോനൊരു നല്ല ഇണയെ, പടച്ചോനെ എന്റെ മോൾക്കൊരു നല്ല ഇണയെ എന്ന് നട്ടപ്പാതിരക്കറിയാതെ എഴുന്നേറ്റ് 2 മണിക്കും 3 മണിക്കും പ്രാർത്ഥിച്ചതിന്റെ ഫലം ഒരു വിവാഹത്തിലൂടെ കിട്ടുമ്പോ അന്ന് നന്ദികേട് കാണിക്കുകയാണോ? അന്ന് സുജൂദിൽ ഒരു 2 സെക്കൻഡ് അധികം കിടക്കേണ്ട ദിവസമല്ലേ സഹോദരി സഹോദരന്മാരെ? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ജീവിതങ്ങളിൽ നന്ദികേട് വന്നു പോകാൻ പാടില്ല. രണ്ടാമത്തെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൺകുളിർമയുണ്ടാകുന്ന രണ്ടാമത്തെ സമയം ഇണകളോടൊപ്പമുള്ളപ്പോൾ. അത് വിവാഹം കഴിച്ച ഉടനെ മാത്രമല്ല. നമ്മൾ അങ്ങനെയാണോ ചിന്തിക്കുക? ഇവിടെ വിവാഹം കഴിച്ചവരാണ് ഏറ്റവും കൂടുതൽ.
നമുക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹവും അങ്ങേയറ്റത്തെ സന്തോഷവുമാണോ നമ്മുടെ ഭർത്താവിന്റെ അടുത്തേക്ക്, ഭാര്യയുടെ അടുത്തേക്ക് എത്തൽ? എങ്കിൽ വിവാഹ ജീവിതത്തിൽ കൂടുതൽ വിജയിച്ചവരാണ് നമ്മൾ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരി സഹോദരന്മാരെ, വിവാഹമൊക്കെ കഴിഞ്ഞു കുട്ടികളായി പേരമക്കളായി എന്ന് കരുതുക, എന്നാൽ പോലും 2 റൂമിൽ കിടക്കരുത്. അത് ഇസ്ലാമല്ല. ഒരു റൂമിൽ എത്ര 84 വയസ്സ് മറ്റൊരാൾക്ക് 78 വയസ്സ്, അല്ല 100ന്റെ പുറത്ത് പോയി, എന്നാലും ഒന്നിച്ച് കിടക്കണം. ഏതെങ്കിലും ഒരു സമയത്തോട് ഈ ലോകത്തോട് വിട പറയുമ്പോ, ഒന്ന് നെഞ്ഞുവേദന വരുമ്പോ തൊട്ടടുത്ത് ഇണ വേണം. സഹോദരി സഹോദരന്മാരെ, അത്രയും പ്രധാനം. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ലോകത്തുള്ള ഏറ്റവും നല്ല ഭർത്താവ് ഈ ലോകത്തോട് വിട പറയുമ്പോ എങ്ങനെയാ വിട പറഞ്ഞെന്നറിയോ? ഭാര്യയുടെ മടിയിൽ തലവെച്ച്. ഏതാണ് ആ ഭാര്യ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. മാത്രമല്ല റസൂലുള്ളാഹിക്ക് ആയിഷ ബീവി ചുടുചുംബനം കൊടുത്തു. മരണത്തിന് തൊട്ട് മുമ്പ് ആയിഷ റളിയല്ലാഹു അൻഹ കാണുകയാണ്, റസൂൽ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുന്നു. ആരുടെ സ്ഥലത്തേക്കാ നോക്കുന്നത്? ഒരാൾ ഇങ്ങനെ മിസ്വാക്ക് ചെയ്യുന്നു. ആ മിസ്വാക്ക് ചെയ്യുന്നിടത്തേക്ക് റസൂൽ നോക്കുമ്പോ ഉടൻ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഒരറാഖിന്റെ കഷ്ടമെടുത്ത് വായിലിട്ട് ചവച്ചരച്ച് വൃത്തിയാക്കി റസൂലുള്ളാഹിയുടെ പല്ല് തേപ്പിച്ചു കൊടുത്തു. അഥവാ മരിക്കാൻ നേരം പല്ല് തേച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയാനായിരുന്നു റസൂലുള്ളാഹിയുടെ ആഗ്രഹമെന്ന് ആ ഒരൊറ്റ നോട്ടത്തിലൂടെ ആ പ്രിയപ്പെട്ട ഭാര്യ മനസ്സിലാക്കി. അഥവാ ഒരു നല്ല ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവ് ആവശ്യപ്പെടാതെ തന്നെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അത് നിർവഹിച്ചു കൊടുക്കുന്നവളാണ് യഥാർത്ഥ ഭാര്യ എന്ന് പറയുന്നത്. വിവാഹത്തിന്റെ സന്ദർഭത്തിൽ സൗന്ദര്യവും സമ്പത്തും തറവാടിത്തവും അതേപോലെ തന്നെ ദീനും, ഇങ്ങനെ 4 കാര്യം എടുത്തു പറഞ്ഞതിന് ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽഫർ ബിദാത്തി ദീൻ, നീ ദീനിന്, ധർമ്മനിഷ്ഠക്ക്, സ്വഭാവത്തിന് പ്രാധാന്യം നൽകുക എന്നത്. സൗന്ദര്യത്തിന് സ്ഥാനമില്ലേ? ഉണ്ട്. 2 പേരും പരസ്പരം കാണണം, ഇഷ്ടപ്പെടണം, എങ്കിൽ മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളൂ. ഒരു പെൺകുട്ടിയുടെ വിവാഹം അവളുടെ സമ്മതമില്ലാതെ പിതാവ് ഉറപ്പിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ പെൺകുട്ടി പരാതി പറഞ്ഞു. റസൂലുള്ളാഹി വിവാഹം ക്യാൻസൽ ചെയ്തു. ഞാനാണ് അവളുടെ ഉപ്പ, ഞാനാണ് അവളെ പഠിപ്പിച്ചത്, ഞാൻ പറഞ്ഞ വിവാഹത്തിന് അവൾ നിൽക്കണം. ആവശ്യമില്ല. ആ വിഷയത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും നിങ്ങളെ അനുസരിക്കേണ്ടതില്ല. കാരണം ഒരുപക്ഷെ വല്യാപ്പയും വല്യുപ്പയും ആകുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ആ ബന്ധം ആർ തമ്മിലാകണമെന്ന് അവർക്ക് തീരുമാനിക്കാം. എന്നാൽ അവിടെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോ ഫൽഫർ ബിദാത്തി ദീൻ, ദീനുള്ള ഇഷ്ടപ്പെട്ട ഭർത്താവിനെ, ദീനുള്ള ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ. അപ്പോൾ ദീനുണ്ടെങ്കിലേ ചെരുപ്പിട്ട് നേരെ വണ്ടിയിലേക്ക് കയറി അന്വേഷിക്കാൻ പോകേണ്ടതുള്ളൂ. അപ്പൊ ദീനുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് പോയി കണ്ടു, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അടുത്ത ദീനുള്ള ആളെ നോക്കുക. അതുകൊണ്ട് വിവാഹത്തിൽ ദീൻ ഏറ്റവും പ്രധാനമാണ്. ആ ദീനാണ് സഹോദരി സഹോദരന്മാരെ നിലനിൽക്കുന്ന സൗന്ദര്യം. ഭർത്താവ് വിളിച്ചാൽ എന്താ എന്നല്ല, ഓ എന്ന സൗന്ദര്യമുള്ള ഓമനത്തമുള്ള വിളി കേൾക്കൽ, അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു ബാധ്യതാ നിർവഹണം. അമീൻ എന്ന വ്യക്തി ഇന്ന് വരെ ഒരർത്ഥത്തിൽ സ്വതന്ത്രനായിരുന്നു. പക്ഷേ ഈ നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇസ്ലാമിലെ വിവാഹത്തിന്റെ പ്രത്യേകത അതാണ്. ഈ വേദിയിൽ എന്തേ ഒരൊറ്റ സ്ത്രീയും ഇല്ലാത്തത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ വേദിയിൽ സ്ത്രീകൾ ഇല്ല. അത് ഇസ്ലാം സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണോ? പഠിക്കാത്തവർ അങ്ങനെ പറയും, പഠിച്ചവർ അങ്ങനെ പറയില്ല. കാരണം ഇസ്ലാമിലെ വിവാഹത്തിന്റെ പ്രത്യേകത ഈ 2 പേർ, മറിയമിന്റെ പിതാവും അമീനും ഇവിടെ ഇരിക്കണമെങ്കിൽ മറിയമിന്റെ സമ്മതമുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റൂ. സൗദിയിലൊക്കെ പെൺകുട്ടിയെ വിളിക്കും ആ നിക്കാഹിന് മുമ്പ്, എന്നിട്ട് ഖതീബ് ചോദിക്കും റെഡിയല്ലേ, ഉറപ്പുവരുത്താൻ വേണ്ടി. അത്രമാത്രം ശ്രദ്ധയുണ്ട് എന്നർത്ഥം. അപ്പോ അവളുടെ അതേപോലെ തന്നെ 2 കുടുംബങ്ങൾ പരസ്പരം കണ്ടു. പരസ്പരം ഇവർക്ക് 2 പേർക്കും മനസ്സിലാകാത്ത വലിയ ന്യൂനതയുമുണ്ടോ? അത് സ്ത്രീകൾ പോയി കണ്ടു. അങ്ങനെ ഓക്കെ ആയാൽ മാത്രമേ ഈ വേദിയിലേക്ക് ഇവർ വിവാഹത്തിന് വരേണ്ടതുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ എന്താണ് സ്ത്രീകൾക്ക് ഇവിടെ വരേണ്ടതില്ലാത്തത്? ഇവിടെ നടക്കുന്നത് ഒരു സംരക്ഷണ കൈമാറ്റമാണ്, കരാറാണ്. മീസാഖൻ ഖലീല,
ശക്തമായ കരാർ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അഥവാ ഒരു കരാർ കൈമാറ്റം. ആരാണോ ഉത്തരവാദിത്തം മറിയമിൻ്റെത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വ്യക്തി അമീനിന് ആ കരാർ കൈമാറുമ്പോൾ അവിടെ സ്ത്രീകളുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് വിവാഹവേദിയിൽ, വിവാഹ സദസ്സിലും എല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് പറയാൻ കാരണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനൊന്നും പോരാ എന്ന് പറയാതെ പറയുന്ന ഒരു രീതി ചിലയിടങ്ങളിലെങ്കിലും, കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പരിഷ്കാരത്തിന്റെ ഭാഗമായി പെൺകുട്ടിയെ, അതേപോലെ തന്നെ പെൺകുട്ടിയുടെ ഉമ്മയെ വേദിയിലേക്ക് കയറ്റുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂലിനൊന്നും ദീൻ അത്ര മനസ്സിലായിട്ടില്ല, സ്വഹാബാക്കൾക്ക് മനസ്സിലായിട്ടില്ല, കഴിഞ്ഞ തലമുറക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒരു താലിയുടെ അങ്ങ് കെട്ടിയേക്കുക, അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് അവരവർക്ക് തോന്നുന്നതല്ല ദീൻ. മറിച്ച് ദീൻ എന്ന് പറയുന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, നമ്മുടെയൊക്കെ വീടുകളിൽ ദീനീ ബോധമുള്ളവർ ഉള്ളിടത്തോളം ഇസ്ലാമിലെ നിക്കാഹിനെ വികലമാക്കാൻ നമുക്ക് അനുവദിച്ചുകൂടാ എന്നത് നമ്മെ ബോധ്യപ്പെടുത്താനാണ്. എന്തൊരു സന്തോഷമാണ് സഹോദരങ്ങളെ ഈ വിവാഹത്തിന് പങ്കെടുക്കുമ്പോൾ, എന്തൊരു സന്തോഷ. ഇതേപോലെയുള്ള നിക്കാഹിന് ചില സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു പോകേണ്ട അവസ്ഥ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ആ നിക്കാഹ് തുടങ്ങി ആകെ മുട്ടും പാണ്ടും ചെണ്ടയും മ്യൂസിക്കും ആയിട്ട് എന്തോ പൂരത്തിന് വരുന്നത് പോലെ വരൻ വരുന്ന രംഗം. അപ്പൊ കുറച്ച് നല്ല മനുഷ്യന്മാരൊക്കെ മുഖമൊന്ന് വിഷമിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജോടുകൂടി ഒന്ന് മാറിക്ക്. എന്ത് ചെയ്യാനാ, ഒന്നും പറയാൻ പറ്റൂല, ആകെ എങ്ങനെ ആയിപ്പോയി. അത് വേണ്ട എന്ന് പറയേണ്ട കാരണവന്മാർ തോറ്റ് തൊപ്പിയിട്ട് മാറി നിൽക്കുകയാണ്. എന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഈ സദസ്സിലേക്ക് അമീൻ കയറി വരേണ്ടത് എങ്ങനെയാ? വീട്ടിലേക്ക് അമീൻ കയറി വരേണ്ടത് എങ്ങനെയാ? ഇസ്ലാം അത് പഠിപ്പിച്ചില്ലേ? ഒരു വീട്ടിലേക്ക് കയറുമ്പോ, ഒരു സദസ്സിലേക്ക് കയറുമ്പോ എന്താ ചെയ്യേണ്ടത്? അവിടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് ആ പ്രാർത്ഥന? ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും. എന്താ അർത്ഥം? നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അപ്പോ ആ വിവാഹ വീട്ടിലെ പെൺകുട്ടിയുടെ പിതാവ്, അതേപോലെ ആൾക്കാരൊക്കെ വളരെ ആത്മാർത്ഥമായി കെട്ടിപ്പിടിച്ച് വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹ്, മോനെ നിനക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം, ഞങ്ങളുടെ തറവാട്ടിലേക്ക് സ്വാഗതം. അതൊരു പ്രാർത്ഥന. അതില്ല. ആരാ സലാം പറയാ? സലാം ആരാ പറയാ? ആരോടാ പറയാ? മുട്ടിപ്പാടല്ലേ? ഓന്റെ മുമ്പിൽ വരെ കുട്ടികൾ തുള്ളുകയാണ്. ഇപ്പൊ തുള്ളലാണ് ഏറ്റവും പ്രധാനം. എല്ലാ സ്ഥലത്തും തുള്ളണം, സ്കൂളിലും തുള്ളണം. തുള്ളിയാലേ സ്കൂൾ തുടങ്ങാൻ പറ്റൂ എന്നിടത്തേക്കാണ് തുള്ളലോട് തുള്ളലാണ് നാട്ടിലൊക്കെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. സലാം പറഞ്ഞുകൊണ്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ വിവാഹത്തിന് പാട്ടൊന്നും പറ്റൂല. പാട്ട് പറ്റും, വിവാഹത്തിന് പാട്ട് പറ്റും. കുട്ടികൾ പാടണം. ഇതേ മൈക്കെടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ തുടങ്ങുമ്പോ ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ട് വരട്ടെ, അവർ ഈ മൈക്കെടുക്കട്ടെ, അവർ പാടട്ടെ. ഈ കുട്ടികൾ പാടുന്നത്, വലിയ പെണ്ണുങ്ങൾ പാടുന്നത് നമ്മളാ പ്രശ്നം വരുന്നത്. കുട്ടികൾ വരെയുള്ള വലിയ സ്ത്രീകൾ തുള്ളിച്ചാടി അത് വീഡിയോ പകർത്തുക, അത് നാട്ടിലുള്ള മുഴുവൻ കഴുകന്മാർക്കും കൊടുക്കുക. അത് വേണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. പെരുന്നാൾ ദിവസം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് അബൂബക്കർ സിദ്ദീഖ് വരുമ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ പാട്ട് പാടുന്നു. അപ്പൊ സിദ്ദീഖിനൊക്കെ ഒരു പേടിയായി, അനാദരവായി പോകും, അതപകേടായി പോകും, കുട്ടികൾ പാടണ്ടെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, അബൂബക്കർ ഇന്ന് പെരുന്നാളാണ്, കുട്ടികൾ പാടട്ടെ. അതാണ് ഇസ്ലാം. കുട്ടികൾ പാടട്ടെ. അവിടുത്തെ ഭാര്യമാരെ പ്രത്യേകം വാഹനം നിശ്ചയിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി റസൂലുള്ളാ കൊണ്ടുപോയി, ടൂറ് കൊണ്ടുപോയി. അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിൽ എല്ലാം ഉണ്ട് സഹോദരങ്ങളെ. ആകെ ഒരു മരണ വീട് പോലെ വിവാഹ വീടാക്കാൻ ആരും പറയുന്നില്ല. അതുകൊണ്ട് വിവാഹത്തിന്റെ ഇസ്ലാമീകരണം അനിവാര്യമായ ഒരു ഘട്ടമാണിത്. ഇവിടെ ഒരു മുട്ടും പാട്ടും ഇല്ലായിട്ട് എന്ത് കുഴപ്പപ്പാടുള്ളത്, എന്ത് കുഴപ്പമുള്ളത്? അല്ലാഹു ഈ രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമൂഹത്തിലേക്ക് ധാരാളം കാര്യങ്ങൾ കടന്നു വരുന്നു. ഞാൻ എല്ലാ നിക്കാഹ് ഖുത്ബയിലും പറയണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യം അതിവിടെ സൂചിപ്പിക്കുകയാണ്. കാരണം മറിയമിനെ അമീൻ കണ്ടപ്പോ എങ്ങനെയാ കണ്ടത്? സാധാരണ മറിയമിന്റെ അവസ്ഥയിൽ അന്ന് ആ പെണ്ണ് കാണുന്ന ആ ദിവസം മറിയം കുറെ പുട്ടിയൊക്കെ ഇട്ട് കുറെ പെയിന്റൊക്കെ അടിച്ച് കുത്തിരിക്കുകയാണെങ്കിൽ അമീൻ എന്ത് പറയും? ഉമ്മ നമുക്ക് വേണ്ടട്ടോ, ഓള് ഞാൻ കാണാൻ പോകുന്ന ദിവസം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് വന്ന് നമ്മളെല്ലാരും പറയില്ലേ? അപ്പൊ സാധാരണ റബ്ബ് നൽകിയ സൗന്ദര്യത്തിൽ രണ്ടുപേരെ ഇഷ്ടപ്പെട്ടില്ലേ? ഇന്ന് മറിയം പുട്ടി അടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. ഇന്ന് എന്തിനാ മറിയം പ്രത്യേകിച്ച് ഒരു പെയിന്റ് അടിക്കേണ്ട കാര്യം? ആരാണോ കല്യാണം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ?
കഴിഞ്ഞു. പിന്നെ ആരെ കാണിക്കാനാ ഇന്ന് പ്രത്യേകിച്ച് ഒരു പുട്ടിയടിക്കൽ ഉണ്ടാവുന്നത്? ഇനി അങ്ങനെ വന്നാൽ സഹോദരങ്ങളെ, ആ പെൺകുട്ടിയും ആ വീട്ടിൽ ഈ തരത്തിലുള്ള കൃത്രിമ സൗന്ദര്യത്തിലേക്ക് പോയ ആളുകളും എങ്ങനെയാ ളുഹർ നിസ്കരിക്കുക? അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്. കല്യാണത്തിന് ളുഹർ ഇല്ലാന്ന് ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഫർള് പോവാണ്, പോവട്ടെ എന്ന്. ഫർള് പോവുകയാണെങ്കിൽ പോവട്ടെ. ശരിയാണോ സഹോദരങ്ങളെ? അള്ളാഹു നമ്മെ എല്ലാവരെയും മാറി ചിന്തിക്കാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് വരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പെൺകുട്ടിയുടെ ദൗത്യം പറഞ്ഞു, ആൺകുട്ടിയുടെ ദൗത്യവും പറഞ്ഞു. ഇസ്ലാമിൽ അമീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ പെൺകുട്ടിയുടെ സംരക്ഷണം. ഇസ്ലാമിൽ പെൺകുട്ടികൾക്ക് പകുതി സ്വത്താണ്. അതിനെക്കുറിച്ച് വിവരമില്ലാത്തൊരു പറയാണ് ഇസ്ലാം സ്ത്രീകളെ അവഗണിച്ചു. അല്ല സഹോദരങ്ങളെ, ആ ആയത്ത് പരിശോധിച്ചാൽ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, എന്താ പുരുഷന്മാർക്ക് ഇരട്ടി കൊടുക്കാൻ കാരണം? ഒരു കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്വവും ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു. മുഴുവൻ സാമ്പത്തിക ഉത്തരവ്. ജോലിയുള്ള ഒരു ഭാര്യയാണെങ്കിൽ പോലും ശമ്പളത്തിന് 5 രൂപ അവരുടെ സ്വന്തം ആവശ്യത്തിന് പോലും ഉപയോഗിക്കേണ്ട ഭർത്താവാ കൊടുക്കേണ്ടത്. അതാ ഇസ്ലാമിന്റെ നിയമം. സ്വന്തം ആഗ്രഹപ്രകാരം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അതുകൊണ്ട് ഇസ്ലാം മുഴുവൻ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളെയും പുരുഷനെ ഏൽപ്പിച്ച് സ്ത്രീയെ സ്വതന്ത്രമാക്കി അവൾക്ക് പോക്കറ്റ് മണി കൊടുത്തു, പകുതി സ്വത്ത്. അതാണ് ഇസ്ലാം നിശ്ചയിച്ചത്. അതുകൊണ്ട് ഈ രണ്ടുപേരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഈ രണ്ടുപേരോടും, മറിയത്തിനോടും അതേപോലെ തന്നെ അമീനോടും നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത്, ഈ വിവാഹം നിങ്ങളുടെ ജീവിതത്തിൽ ദീനീ വർധനവിന്, ദീനീ കാര്യങ്ങളിലെ വർധനവിന് കാരണമാകണം. സുബഹിക്ക് ഉറങ്ങിപ്പോകുമ്പോ പരസ്പരം വിളിച്ചുണർത്തുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അതുപോലെ ദീനിയായ കാര്യങ്ങളിൽ മുമ്പിൽ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. നമ്മോട് പ്രാർത്ഥിക്കാൻ സൂറത്ത് ഫുർഖാനിലൂടെ പറഞ്ഞതാണ്, പടച്ചോനെ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് നരകത്തെ പേടിച്ച് സ്വർഗത്തെ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരുടെ മുമ്പിൽ നീ ഞങ്ങളെ ആക്കേണമേ എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് നിത്യസന്തോഷം നേടിയെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ഇവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ദുആ ചെയ്യണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. മഹാന്മാരായ ബദരീങ്ങൾ ആ ബദർ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ കയ്യിലെടുത്ത ആയുധം പ്രാർത്ഥനയാണല്ലോ. ബദരീങ്ങളെ സ്നേഹിക്കാത്തവർ മുസ്ലിങ്ങളല്ല, ബദരീങ്ങളെ സ്നേഹിക്കാത്തവർക്ക് സ്വർഗമില്ല. ബദരീങ്ങളെ നേതാവ് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികൾ സ്വഹാബികളുമാണല്ലോ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. ആ ബദരീങ്ങളുടെ മാർഗം കയ്യിലെടുത്തുകൊണ്ട് ഇവിടെ വിവാഹം നടന്ന, ശരിക്കും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടതില്ല എൻ്റെ മകൾ, ആ മകൾ ആരാന്ന് പിന്നെ ഇബ്രാഹിം സാഹിബിനെ അറിയാം. പക്ഷേ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ ചില ആൾക്കാരോടൊക്കെ ഇങ്ങനെ പിന്നെ ഒരു സകാപം കമ്പൊക്കെ വന്നിട്ട് ചിലപ്പോൾ മോളെ പേരൊക്കെ മാറിപ്പോവും. ഒരാളിനോട് പറഞ്ഞു സംഗതിയൊക്കെ ശരിയാണ്, ഞാൻ പ്രസംഗിക്കുന്ന ലക്ഷങ്ങളത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ആ നിക്കാഹ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നാമത്തെ കാര്യം നിർവഹിച്ചു, സാക്ഷികളാവുക. രണ്ടാമത്തെ കാര്യം എന്താണ്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ബാറക്കല്ലാഹു ലക്കുമാ വബാരക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. അള്ളാഹു നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ, അഥവാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബറക്കത്ത് നൽകട്ടെ, രണ്ടുപേരെയും അള്ളാഹു ഖൈറിൽ ഒരുമിപ്പിക്കട്ടെ എന്ന്. ഏതാണ് ആ ബറക്കത്ത്? ഇന്ന് ളുഹറിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അള്ളാഹുവേ റസൂലുള്ളാഹിക്ക് നീ ബറക്കത്ത് കൊടുക്കണേ. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. മഹാന്മാരെ സ്നേഹിക്കുന്നത്, ഒന്ന് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയും, രണ്ട് മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ രക്ഷക്കും സമാധാനത്തും, അതാണല്ലോ സ്വലാത്ത്. അതേ ബറക്കത്ത്, അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ബറക്കത്ത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടാൻ നമ്മളെല്ലാവരും ദുആ ചെയ്യണം. ഇവരെ പറ്റി ഓർമ്മ വരുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ, ഈ രണ്ട് തറവാടുകൾ തമ്മിൽ, ഈ രണ്ട് നാടുകൾ തമ്മിൽ ഏറ്റവും നല്ല ബന്ധമുണ്ടാകാൻ ഈ വിവാഹത്തെ കാരണമാക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഇവർക്ക് നീ സ്വർഗത്തിൽ പോകുന്ന, മറ്റുള്ളവർക്ക് സ്വർഗത്തിന് കാരണക്കാരികളുമാകുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അള്ളാഹുവേ ഇവർക്ക് നീ പ്രദാനം ചെയ്യണമേ. അള്ളാഹുവേ, ഇവരുടെ ജീവിതത്തിൽ നീ സന്തോഷവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ. താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഇവരെ രണ്ടുപേരെയും നീ കാത്തു രക്ഷിക്കണമേ. അള്ളാഹുവേ, ഈ രണ്ട് കുടുംബത്തിലും ഈ വിവാഹ സന്ദർഭത്തിലേക്ക് ഓർമ്മ വന്നു പോകുന്ന മരണപ്പെട്ടു പോയ ആളുകൾ പലരും ഖബറിലാണ്.
ആ കബറുള്ള വിശ്വാസികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഈ രണ്ട് കുടുംബങ്ങളിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ